സുരേഷ് ഗോപിയുമായുള്ള തന്റെ ഷൂട്ടിംഗ് ഓർമ്മ പങ്കുവച്ച സംവിധായകൻ എം.എ. നിഷാദ്, ആയുധം എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് ഒരു ഡയലോഗ് പറയാൻ സുരേഷ് ഗോപി ഒരുക്കമല്ലായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായ്വ് തനിക്ക് അപ്പോഴേ മനസ്സിലായെന്നും എം.എ. നിഷാദ് പറഞ്ഞു. പോപ്പിൻസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് എം.എ. നിഷാദ് ഇക്കാര്യം പറയുന്നത്. ആയുധം എന്ന സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം മുരളിച്ചേട്ടനും തിലകൻ ചേട്ടനും ഉണ്ട്, ഒപ്പം സുരേഷ് ഗോപി ഉണ്ടത് എന്നതായിരുന്നു. സുരേഷ് ഗോപി അന്നൊരു ഡയലോഗ് പറയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ ചാട്ടം എങ്ങോട്ടാണെന്ന്. അത് പറയണമെന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെ ശരിയാവും എന്ന് എന്നോട് ചോദിച്ചു എന്ന് എം.എ. നിഷാദ് പറയുന്നു. അതേ ശരിയാവും എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. എൻ്റെ പടങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിക്കും. എന്നോട് സ്നേഹമുള്ള ആളുകളുമുണ്ട്. രാഷ്ട്രീയപരമായി ഇത്തിരി അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് എന്നതേ ഉള്ളൂ. അപ്പോൾ തർക്കമായി. ഓക്കെ, രണ്ട് രീതിയിലും ആ ഷോട്ട് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി അത് സമ്മതിച്ചു. പുള്ളി മനസ്സിലാക്കേണ്ടത് ഞാൻ എൻ്റേതായി എടുക്കുന്നത് എന്നത്. തിലകൻ ചേട്ടൻ എന്നെ നോക്കി ചിരിച്ചു. ഒരു പാവമാണ് പുള്ളി എന്ന് നിഷാദ് പറയുന്നു. സത്യം പറഞ്ഞാൽ സുരേഷ് ഏട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഉള്ള കാര്യം തുറന്നു പറയാലോ. ഒരേ സമയം വി.എസ്. അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിക്കും വേണ്ടി പ്രചരണത്തിന് പോയ ആളാണ്. അത്രയേറെ ഉള്ളൂ രാഷ്ട്രീയ ബോധം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളാണ്. ഇദ്ദേഹം പത്രക്കാരെ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ഭരചന്ദ്രൻ എന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെയാണ്. ഭരചന്ദ്രനിൽ നിന്ന് അദ്ദേഹം ഇനിയും ഇറങ്ങിയിട്ടില്ല. അത്രയേ ഉള്ളൂ പ്രശ്നം. ഭരചന്ദ്രനിൽ നിന്ന് അദ്ദേഹം ഇറങ്ങണം. അത് റിയാലിറ്റിയാണെന്ന് മനസ്സിലാകണം. പേഴ്സണലി എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. പക്ഷേ ആശയപരമായ കാര്യങ്ങളിൽ ഞാൻ എതിർത്തുകൊണ്ട് കുറേനാൾ എന്നോട് പിണക്കത്തിലായിരുന്നു എന്ന് എം.എ. നിഷാദ് പറയുന്നു.